നമസ്കാരം. നമ്മൾ ഇപ്പോൾ ഉള്ളത് മെഹ്റോളി ആർക്കിയോളജിക്കൽ പാർക്കിന്റെ ഏരിയയിലാണ്. 200 ഏക്കർ ഏരിയയിൽ പരന്നുകിടക്കുന്ന ഒരു വിസ്തൃതമായ കോട്ടാവശിഷ്ടങ്ങളും ശവകുടീരങ്ങളും നിറഞ്ഞ ഒരു ചെറു വനസമാനമായ ഭാഗമാണ് ഇത്. കുത്തുബ് കോംപ്ലക്സിന്റെ പുറംഭാഗത്തായാണ് ഈ വനപ്രദേശം. 100-ലധികം ചരിത്ര പ്രധാനമായ അവശിഷ്ടങ്ങൾ ഇതിനുള്ളിൽ ഉണ്ട്. ഏറിയ പങ്കും കാടുകയറി കിടക്കുകയാണ്. ചിലതെല്ലാം ഇന്നും തകരാതെ നിലനിൽക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ ജനങ്ങൾ തിങ്ങിപ്പാർത്ത തോമർ രാജവംശത്തിന്റെ ലാൽകോട്ട് കോട്ട സമുച്ചയങ്ങളുടെ ഭാഗങ്ങൾ ഇവിടെ തകർന്ന സ്ഥിതിയിൽ കാണാം. കൂടാതെ ഖിൽജി, ലോധി, തുഗ്ലക്, മുഗൾ വംശങ്ങളുടെയും കൊട്ടാരക്കെട്ടുകളുടെ അവശിഷ്ടങ്ങൾ ഇവിടെയുണ്ട്. ഡൽഹി യഥാർത്ഥത്തിൽ ഇവിടമായിരുന്നു. 1997-ലാണ് ഇവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരംഭിച്ചത്. ഇന്ത്യൻ നാഷണൽ ട്രസ്റ്റ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ഇൻടാക് ഇവിടെ നടപ്പാതകളും സാൻഡ്സ്റ്റോണിൽ സൈൻ ബോർഡുകളും സ്ഥാപിച്ചു. ഇപ്പോഴും അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. മുഗൾ ഭരണകാലത്ത് ഡൽഹി ഇന്നത്തെ ചെങ്കോട്ടയുടെ പരിസരങ്ങളിലേക്ക് മാറിയതിനു ശേഷം ഈ പ്രദേശമാകെ കാടുമൂടിക്കിടക്കുകയും കെട്ടിടങ്ങളെല്ലാം നശിക്കുകയും ചെയ്തു. ഇത് ജമാലി കമാലി മോസ്കും ടോംബും സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ജമാലി എന്നറിയപ്പെട്ടിരുന്ന ഷെയ്ഖ് ഫസ്ലുള്ള അല്ലെങ്കിൽ ജലാൽ ഖാൻ ഒരു അറിയപ്പെട്ടിരുന്ന സൂഫി കവിയും സന്യാസിയുമായിരുന്നു. ഏഷ്യൻ ഭൂഖണ്ഡത്തിലും മധ്യേഷ്യയിലും ധാരാളമായി സഞ്ചരിച്ച ഇദ്ദേഹം ഇന്ത്യയിലെത്തുകയും ഡൽഹി ഭരിച്ചിരുന്ന ലോധിയുടെ കൊട്ടാരത്തിലെ ആസ്ഥാന കവിയാകുകയും ചെയ്തു. പിന്നീട് മുഗൾ ഭരണകർത്താക്കളായ ബാബറിന്റെയും മകൻ ഹുമയൂണിന്റെയും ദർബാറുകളിൽ തന്റെ ആസ്ഥാന കവിസ്ഥാനം തുടർന്നു. കമാലി ജമാലിയുടെ ശിഷ്യനും പ്രണയിതാവുമായിരുന്നു. രണ്ടുപേരും പുരുഷന്മാരായിരുന്നുവെങ്കിലും പ്രണയിതാക്കളായിരുന്നതിനാൽ അവരുടെ ശവകുടീരങ്ങൾ അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് പണിതിരിക്കുന്നത്. ജമാലിയുടെ കവിതകൾ ഇവിടെ കൊത്തിവെച്ചിട്ടുമുണ്ട്. 1528-29 കാലഘട്ടത്തിലാണ് ഈ മോസ്ക് പണിതത്. ചുവന്ന സാൻഡ്സ്റ്റോണുകൾ കൊണ്ടാണ് നിർമ്മിതി. 5 ആർക്ക് മാതൃകയിൽ ഉള്ള കവാടങ്ങളാണ് ഇതിനുള്ളത്. ഇതിൽ നടുവിലത്തെ ഭാഗത്ത് മാത്രമാണ് കുംഭാകൃതിയിൽ മേൽക്കൂര ഉള്ളത്. വലിയൊരു മുറ്റവും ഇതിനു മുന്നിലായുണ്ട്. കൊത്തുപണികളോട് കൂടിയ ചുവരുകളും തൂണുകളുമാണ് ഇതിന്. ഖുറാനിലെ വരികൾ ഇതിൽ കൊത്തിവെച്ചിട്ടുണ്ട്. 2 നിലകളിലായാണ് ഇത് പണിതിരിക്കുന്നത്. പുരാന കിലയിലെ വിശേഷങ്ങളിൽ നമ്മൾ കില-ഇ-കുന എന്ന മോസ്ക് കണ്ടിരുന്നുവല്ലോ. അതിന് ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇതിന്റെയും നിർമ്മിതി. ഇതിന്റെ മുകളിലെ ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ പ്രവേശനാനുമതിയില്ല. മോസ്കിന് പുറകിലെ ജനാലകളും ഭിത്തിയുമാണ് ഈ കാണുന്നത്. എല്ലാം കോട്ടയോട് സമാനം. ഇതാണ് ജമാലി കമാലിയുടെ ശവകുടീരം. ഇതിനകത്തായാണ് രണ്ടുപേരെയും സംസ്കരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തേക്കും കയറുവാൻ നിവൃത്തിയില്ല. കില-ഇ-കുനയിൽ കണ്ടതുപോലുള്ള കൈകാലുകൾ കഴുകി ശുദ്ധമാക്കുന്നതിനുള്ള ഒരു സ്ഥലം ഇവിടെയും കാണാം. പക്ഷേ അടുത്തായി കിണർ കാണാനില്ല. ഇത് മറ്റൊരു മോസ്കാണ്. പക്ഷേ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇതിനകത്തേക്കും ഇപ്പോൾ പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. അഗ്രസേൻ കി ബാവുലി എന്ന വീഡിയോയിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് വെൽ പരിചയപ്പെട്ടിരുന്നു. രജോം കി ബാവുലി എന്ന ബൃഹത്തായ ഒരു സ്റ്റെപ്പ് വെല്ലിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 1516-ൽ സിക്കന്ദർ ലോധിയാണ് ഇത് പണിയിച്ചത്. 4 നിലകളിലായാണ് ഇത് പണിതിരിക്കുന്നത്. മധ്യകാലഘട്ടത്തിലെ ഒരു രാജാങ്കണത്തിന്റെ മാതൃകയിൽ കമാനങ്ങളോട് കൂടിയ ഗാലറികളാണ് ഇതിന്റെ 3 വശങ്ങളിലും. ഓരോ നിലകളിലും
മുറികളും മറ്റും ഉണ്ട്. ഇത് വേനൽക്കാലത്ത് കുളിർമയോടെ താമസിക്കുവാൻ സഹായിക്കുന്നു. ഇപ്പോൾ വെള്ളം മൂടിക്കിടക്കുന്നതിനാൽ താഴേക്കുള്ള മറ്റ് 3 നിലകൾ ഇപ്പോൾ കാണുവാൻ സാധിക്കുകയില്ല. നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ 3-ാമത്തെ നില വരെ വെള്ളം എത്തിയിരുന്നു. പിന്നീട് ഇത് ചെളി നിറഞ്ഞു കിടന്നു. 2004-ൽ ASI 20 അടിയോളം താഴ്ത്തി ചെളിയെടുത്തു വൃത്തിയാക്കി. അതിനുശേഷം ജലനിരപ്പ് ഉയർന്ന് ഉപരിതലം വരെ എത്തുകയാണ് ഉണ്ടായത്. മറ്റെവിടെയും മണ്ണിനടിയിൽ ഇത്ര താഴ്ചയിൽ ജലനിരപ്പ് കാണാനില്ല. പിന്നെ എങ്ങനെ ഇതിൽ മാത്രം ഇത്രയും വെള്ളം നിറഞ്ഞിരിക്കുന്നു എന്നതിനെപ്പറ്റി ഗവേഷണങ്ങൾ നടന്നുവരുന്നു. അഗ്രസേൻ കി ബാവലിയിൽ പ്രവേശനത്തിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു നിബന്ധനയുമില്ല. എവിടെയും ആർക്കും പ്രവേശിക്കാം. ഇതിന്റെ മുകളിലേക്ക് കയറാനായി 3 വശങ്ങളിലായി ചവിട്ടുപടികൾ കാണാനുണ്ട്. ഇതിലൂടെ മുകളിലേക്ക് കയറുകയാണ്. ഇതിന്റെ മുകളിലും ഒരു മോസ്കും ടോംബും ഉണ്ട്. പക്ഷേ ഇത് ആരുടേതാണ് എന്ന് എഴുതി വെച്ചിട്ടില്ല. ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. കുംഭാകൃതിയിലുള്ള മേൽക്കൂരയും ചിത്രപ്പണികളോടുകൂടിയ ചുവരുകളും തൂണുകളും ടോംബിനുണ്ട്. 3 കവാടങ്ങളും മുകളിലേക്ക് കയറാൻ ചവിട്ടുപടികളുമുള്ള മോസ്കിന് പരന്ന മേൽത്തട്ടാണ് ഉള്ളത്. അറിയപ്പെടാത്ത ആരോ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. കിണറിന് ചുറ്റുമുള്ള ഗാലറിയുടെ മേൽക്കൂരയും ഇപ്പോൾ വ്യക്തമായി കാണാം. അതും പരന്ന മേൽത്തട്ടോട് കൂടിയിട്ടുള്ളത് തന്നെയാണ്. മുകളിലത്തെ നിരപ്പിൽ നിന്നുകൊണ്ട് ജലം നേരിട്ട് എടുക്കാൻ ഇത്തരം ഒരു ഭാഗവും ഈ കിണറിനുണ്ട്. ഇപ്പോൾ കമ്പിയഴികൾ കൊണ്ട് അത് അടച്ചിരിക്കുന്നു. 1850-കളിൽ ഗവർണർ ജനറൽ ആയിരുന്ന മെറ്റഫെ നിർമ്മിച്ച ഒരു തടാകമാണിത്. ഇതോട് ചേർന്ന് ഒരു ബോട്ട് ഹൗസും ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഫൗണ്ടനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ തടാകത്തിന് അപ്പുറം കാണുന്ന ജലാശയം ഇവിടെ അതിനു മുൻപേ ഉണ്ടായിരുന്നതാണ്. ഇവിടമാകെ കാടുകയറിയാണ് ഇപ്പോൾ കിടക്കുന്നത്. ഒരു സംരക്ഷിത വനപ്രദേശമായാണ് ഇവിടം മുഴുവൻ പരിപാലിക്കുന്നത്. ഒരു ഭാഗം ഇങ്ങനെ പുൽമേടുകളാക്കി വെച്ചിരിക്കുന്നു. പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു ഭാഗവും ഒരു കനോപ്പിയും ഇവിടെ കാണാം. ഇവിടെ പ്രവേശനം സൗജന്യമാണ്. ജനങ്ങൾക്ക് തിരക്കിൽ നിന്നൊഴിഞ്ഞ് ഒരു ശല്യവുമില്ലാതെ വിശ്രമിക്കാൻ ധാരാളം സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിന്റെ താഴ്ന്ന ഭാഗത്ത് ഒരു വലിയ റോസ് ഗാർഡൻ ഉണ്ട്. പല നിറങ്ങളിലുള്ള റോസാ ചെടികൾ ഇതിൽ നട്ടിരിക്കുന്നു. പുതിയ പ്ലാന്റേഷൻ ആയതിനാൽ പൂക്കളായിട്ടില്ല. നെഹ്റുളി വിശേഷങ്ങൾ ഇവിടെ തീരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നന്ദി, നമസ്കാരം.